ഹലോ ഡോക്ടർ സാബ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാജേട്ടനപ്പോ വന്നു? ഇന്നലെ വൈകിട്ടെത്തി. വന്ന പാടെ യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഹോപ്പ് എവറിത്തിങ് ഇസ് ഫൈൻ. യെസ്, എവറിത്തിങ് ഇസ് ഫൈൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ അത്? എനിക്കൊരു പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ഹൈദരാബാദിലേക്ക്. ഈ വരുന്ന മൺഡേ അവിടെ റിപ്പോർട്ട് ചെയ്യണം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് അറിഞ്ഞത് ഗുഡ് ന്യൂസ് ആണെങ്കിലും നീ ഇവിടം വിട്ടുപോകുന്നു എന്നറിയുന്നത് ബാഡ് ന്യൂസാ. ഇന്ന് തേഴ്സ്ഡേ, നിന്റെ സെന്റ് ഓഫ് പാർട്ടി സാറ്റർഡേ. എന്റെ വക ഓഫീസേഴ്സ് മെസ്സിൽ. ഓക്കെ? ഓക്കെ സർ, താങ്ക് യു. ഹലോ. Dear friends, I take this opportunity to break one more good news to you. My wife is pregnant. Give her a big clap. എന്നാ പിരിയാം. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ പോവാൻ. ഓക്കെ, പിരിയാൻ. രാജേട്ടാ, ഞാൻ നാളെ വെളുപ്പിനുള്ള ട്രെയിനിന് പോവും. ഹൈദരാബാദിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം വീട് വരെ ഒന്ന് പോവാൻ. നീ എന്നെ വിട്ട് പോവാ അല്ലടാ? സാരമില്ല. നീ ഓരോ പടിയും ചവിട്ടിക്കയറുന്നത് കാണുന്നതിൽ ഈ ചേട്ടന് സന്തോഷമേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. രാജേട്ടാ, മോള് 204 കയറി. ഒരു കുട്ടിയെ കണ്ടങ്ങ് കയറിയതാ. ആണോ? ഞാൻ നോക്കിട്ട് വരാം. സ്മിത, സ്മിത, കമോൺ. ഒരു സർപ്രൈസ്. സണ്ണിയോ? നീ ഇവിടെ? ഞങ്ങൾ ഇപ്പൊ ചെക്ക് ഇൻ ചെയ്തേ ഉള്ളൂ. ജസ്റ്റ് ഫോർ എ ഹോളിഡേ. ഞങ്ങളൊരു ഹോളിഡേക്ക് വന്നതാ. ഞാനിപ്പോ ഇവിടെ പാങ്ങോട് ക്യാമ്പില. ഇത് ഡെയ്സി. ഡെയ്സി ഞാൻ എപ്പോഴും പറയാറില്ലേ രാജേട്ടൻ. ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വന്നിരുന്നു. പിന്നെ നിങ്ങളെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. കല്യാണം കഴിഞ്ഞത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി. പിന്നെ അവിടെ സെറ്റിൽ ചെയ്തു. ഡെയ്സിയുടെ പാരന്റ്സും ബാംഗ്ലൂരിലെ. അതാ നാട്ടിൽ തിരക്കിയപ്പോ വീട് വിട്ടു പോയിരിക്കുകയാണെന്ന് ചിറ്റപ്പൻ പറഞ്ഞത്. പിന്നൊന്നും പറഞ്ഞതുമില്ല. എന്താ മോളുടെ പേര്? നൈസ് നെയിം. സൂസൻ, എ ബിഗ് സർപ്രൈസ്. ഇതാരൊക്കെയാന്ന് നോക്ക്. ഇത് ഡെയ്സി. ഹലോ. ഹലോ. ആദ്യമായിട്ട് കാണുകയല്ലേ? ഏതായാലും ഈ പ്ലസന്റ് സർപ്രൈസ് നമുക്കൊന്ന് ആഘോഷിച്ചോളാം. നമ്മുടെ ചിറ്റപ്പനില്ലേ? ചിറ്റപ്പൻ ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് കൂടാ. പിന്നെന്താ? ഓക്കെ. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണച്ചാക്കിന്റെ മകളെ തന്നെയാണ് ഞാൻ കിട്ടിയത്. അതുകൊണ്ട് 3 കൊല്ലം കൊണ്ട് എന്റെ 3 പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ടു. ബാംഗ്ലൂരിൽ ഒരു വീടും വാങ്ങി. അമ്മ ഇപ്പൊ എന്റെ കൂടെ. ആൻഡ് ഐ എം ലക്കി. കാശിന്റെ ഔദാര്യങ്ങളുടെ ഒന്നും ഒരു അഹങ്കാരവും ഇല്ല ഡെയ്സിക്ക്. എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു പാവം പെൺകുട്ടി. രാജേട്ടനും ഹാപ്പി അല്ലേ? ഓ യെസ്, എക്സ്ട്രീംലി ഹാപ്പി. അന്നത്തെ ആ കാർമേഘം നീങ്ങിയതിനു ശേഷം പിന്നെ ഇതുവരെ മാനം കറുത്തിട്ടേയില്ല. ഗുഡ് ഈവനിങ് സണ്ണി. ഗുഡ് ഈവനിങ്. അല്ല, ഇതാര്? ചിറ്റപ്പന? എല്ലാവർക്കും ഇങ്ങോട്ടിരിക്കാം. അല്ല, നീ ഇപ്പൊ എവിടെയാ? ബാംഗ്ലൂരില്. ബാംഗ്ലൂർ നല്ല സ്ഥലം, നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്. 4-5 വീശിയിട്ട് സുഖമായിട്ടാണ് കിടന്നുറങ്ങാം. യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു. അതാ ചിറ്റപ്പനുള്ളത് വന്നു കഴിഞ്ഞു. ചിറ്റപ്പൻ തന്നെ അങ്ങോട്ട് പൊട്ടിച്ചേ. ഈ കുടുംബമേള ഞാൻ സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നു.
ഇനി എപ്പോ തിരുവനന്തപുരത്ത് വന്നാലും നേരെ ഇങ്ങോട്ട് പോരുക. ചുറ്റിക്കറങ്ങാനൊക്കെ ഇവിടുന്ന് പോവാം. ഇതിപ്പോ രാജേട്ടൻ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാ. രാജേട്ടനും സൂസനെയും മോളും ബാംഗ്ലൂർക്ക് വരണം. ഞങ്ങളുടെ കൂടെയും കുറച്ചു ദിവസം താമസിക്കണം. ഷുവർ. ഇവരാരും വന്നില്ലെങ്കിലും നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ ചിറ്റപ്പൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും. നിങ്ങളുടെ കാര്യത്തിലും എനിക്കൊരു ശ്രദ്ധയുണ്ടാവും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്റെ വേണ്ടപ്പെട്ടവരൊക്കെ കാണണം. അതെന്റെ ഒരു വീക്ക്നെസ്സാ. പിന്നെന്താ, കോട്ട ഉണ്ടാവണം. എന്തു കോട്ട? എമർജൻസി കോട്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വരുമ്പോ റമ്മ കൊണ്ടെന്നോട്ടാ. വരും. Yes? From Bangalore camp? Okay, connect me. Yes, Nambiar here. എപ്പോ? എവിടെ വെച്ച്? എന്നിട്ട്? My God. എന്താ വല്ലാതിരിക്കുന്നേ? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ? എന്ത് പറ്റി? നമ്മുടെ സണ്ണി ബാംഗ്ലൂരിൽ വെച്ച് സണ്ണി ഓടിച്ചിരുന്ന കാറിൽ ഒരു ട്രക്ക് വന്നിടിച്ചു. എന്നിട്ട് സണ്ണി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ ഡെയ്സിയും കുഞ്ഞും മരിച്ചു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത്? ഫേറ്റ് അല്ലാതെന്ത് പറയാം. സുസന്ന, അടുത്ത ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് പോണം. ഞാൻ വരുന്നില്ല രാജേട്ടാ. എനിക്കിതൊന്നും കാണാനുള്ള ധൈര്യമില്ല. ശരി, എങ്കിൽ ഞാൻ പോയിട്ട് വരാം. പക്ഷെ അവനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? സണ്ണി അടക്കം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. അകത്തുണ്ട്, വരൂ. ഒരു ട്രക്ക് നിയന്ത്രണം വിട്ട് കാറിൽ വന്നിടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. ബോധം വീണപ്പോ ഹോസ്പിറ്റലില. പിന്നാണ് അറിഞ്ഞത് ഞാൻ മാത്രം ഡോർ തുറന്ന് തെറിച്ച്. എന്റെ മോൾ എന്റെ മടിയിലിരുന്നിട്ട് ഡെയ്സിയുടെ മടിയിലോട്ട് പോയതേ ഉള്ളൂ. എന്റെ ഡെയ്സി മോള് പോയി. എന്തിനാ ദൈവം എന്നെ മാത്രം വിട്ട് കളഞ്ഞത്? എന്നെ ഡെയ്സിയും മോളും ഇവിടൊക്കെ ഉണ്ട്. എന്നെ വിട്ട് പോയിട്ടില്ല.
തിരിച്ചു പോരും മുമ്പ് യാത്ര ചോദിച്ചപ്പോ സണ്ണിയും അമ്മയും പെങ്ങന്മാരും കൂടെ കൂട്ടടക്കം ഒരു കരച്ചിൽ കരഞ്ഞു. ഓ, സഹിക്കാൻ കഴിഞ്ഞില്ല. ആ മോള് ചിറ്റപ്പനെ മറന്നോ? ഇപ്പൊ വണ്ടി വരും. ദേ ജീപ്പിന്റെ ഒച്ച കേട്ടോ. ആ അത് വന്നു. വാ. ആ ചിറ്റപ്പനെ പോന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഹായ്. നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടില് വിശേഷമൊന്നുമില്ല, പക്ഷേ വിശേഷമുണ്ട്. ബാംഗ്ലൂരില് ഞാൻ വെറുതെ ബാംഗ്ലൂർ വരെ ഒന്ന് പോയിരുന്നു. അവിടെ നിന്ന് നേരിട്ടിട്ടുള്ള വരവാ. എന്താ വിശേഷിച്ച്? സണ്ണിയെ കാണാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു. കാണാൻ കഴിഞ്ഞില്ല. മിലിറ്ററി ജയിലില്ല. എന്ത് മിലിറ്ററി ജയിലിലോ? അതെ. ഡെയ്സിയുടെയും കുഞ്ഞിന്റെയും മരണശേഷം അമിതമായ മദ്യപാനം തുടങ്ങി. മദ്യപിച്ച് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മാറി കുത്തിവെച്ചെന്നോ അടിയുണ്ടാക്കിയെന്നൊക്കെയാ കേൾവി. ഏതായാലും കോർട്ട് മാർഷൽ ചെയ്ത് 1 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. ജോലിയും പോയി. അവനിതെന്തു പറ്റി? ഡെയ്സിയുടെയും കുഞ്ഞിന്റെയും മരണം സണ്ണിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഏതു നേരവും മദ്യപിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് കരച്ചിലായിരുന്നു എന്നാ അമ്മച്ചി പറഞ്ഞത്. അവസാനം മാനസികാശുപത്രി തൊട്ട് ജയില് വരെ എത്തിയ കാര്യങ്ങൾ. നീ ഒന്ന് അവിടം വരെ പോയി. എങ്ങനെയാ ഈ അവസ്ഥയിൽ അവനെ ഞാൻ ജയിലിൽ പോയി കാണുന്നത്? സാബിനെ കാണണമെന്ന് പറഞ്ഞ ഒരാൾ ഗേറ്റിൽ വന്ന് ഭയങ്കര ബഹളം. നന്നായി മദ്യപിച്ചിട്ടുണ്ട്. ക്യാപ്റ്റനായിരുന്നു എന്നാ പറയുന്നത്. ക്യാപ്റ്റനോ? സിറ്റുവേഷൻ വയലന്റ് ആയി സാബ്. ഞാൻ വരുന്നു. സൂസന്ന, ഞാനിങ്ങി പോന്നു സൂസന്ന. എന്റെ എല്ലാം പോയി സൂസന്ന, എല്ലാം പോയി. ആകെ കാണാനും വരാനും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ. ഐ എം അലോൺ, ഓൾ അലോൺ. മോളിങ്ങി വാ. അങ്കിള് ആനയുടെയും തയ്യക്കാരന്റെയും കഥ പറഞ്ഞു തരാം. അതായിരുന്നു എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന കഥ. ചെല്ല് മോളെ, സന്യങ്ങളല്ലേ, ചെല്ല്. അവളുടെ അതേ മണം, അതേ ചൂട്. സണ്ണി യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആകും. വരൂ, കമോൺ. സണ്ണി, ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണം. ഒരു പുതിയ ജീവിതം. ഇനിയൊരു പുതിയ ജീവിതം. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? സമയം ഒരുപാടായി. കഴിക്കാൻ എടുത്തു വെച്ചെല്ലാം തണുത്തു. ഇനിയെങ്കിലും കഴിക്കാമായിരുന്നു. ആഹാരമൊക്കെ കഴിക്കാം. സൂസന്ന ഇരിക്കേ. വേണ്ട, എഴുന്നേക്കൂ, കഴിക്കാം. സൂസന്ന ഇരിക്കണം. എനിക്ക് ഈ ലോകത്ത് മനസ്സ് തുറക്കാൻ നിങ്ങൾ 2 പേരല്ല വേറെ ആരാ ഉള്ളേ? കേട്ടോ സൂസന്ന, രാജേട്ടൻ പറയുന്നു
ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്ന്. എന്റെ ഡേസിയുടെയും മോളുടെയും സ്ഥാനത്ത് സൂസനെ പോയിക്കോളൂ. സണ്ണി സണ്ണി സ്വന്തം എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട്? എന്റെ എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട്? ഐ എം ലോസ്റ്റ്. ആരുമില്ല, ഇനി ആരുമില്ല. യെസ്, കണക്ക് മീ. എന്താ സൂസന? സണ്ണി 10 മണി കഴിഞ്ഞ് എഴുന്നേറ്റു. നേരെ വന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ചിട്ട് കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞു. കട്ടൻ കാപ്പി കൊടുത്തപ്പോ അതിലോട്ട് റം എടുത്തൊഴിച്ച് കുടിച്ചിട്ട് രാവിലെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിനെ മടിയിലെത്തി കളിപ്പിക്കല. എനിക്ക് ആകെ പേടി തോന്നുന്നു. ഇതെവിടെ പറ്റില്ല. സണ്ണി എവിടുന്ന് മാറ്റണം. ഏയ്, ഒന്നും പേടിക്കാനില്ല. അവൻ ഇങ്ങനെയൊക്കെ ആയിത്തീരാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണ്ടേ? ഞാൻ ഉടനെ വരാം. ഓക്കെ? ഉച്ചയായപ്പോഴേക്കും ബോധം കെട്ട് കാണും. ബെഡ് കോഫിയോടൊപ്പം തുടങ്ങിയതല്ലേ. തുടരെ തുടരെ വന്ന് ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. രാവിലെ മറ്റ് ആഹാരമൊന്നും കഴിച്ചില്ല. He has become an alcoholic. എന്തായാലും രാജേട്ടൻ സണ്ണി ഇവിടുന്ന് മാറ്റണം. ക്ലബിലെങ്ങനും താമസിക്കട്ടെ. എനിക്കിത് താങ്ങാനാവില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനിതൊക്കെ വെച്ചു പൊറപ്പിക്കുമായിരുന്നു നീ കരുതുന്നുണ്ടോ? സണ്ണിയായിപ്പോയില്ലേ? ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമാണോ? കടപ്പാടുകളുടെ കണക്കെടുത്താൽ നമുക്കും ഇല്ലേ ചിലതൊക്കെ? ഭാര്യയും കുഞ്ഞും മരിച്ച് ആകെ തകർന്ന അവന് നമ്മളെയും നമ്മുടെ മകളെയും കാണുന്നതായിരിക്കും ആകെയുള്ളൊരാശ്വാസം. ഏതായാലും ഞാനിന്ന് കാര്യമായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. അവനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. രണ്ടു ദിവസം എന്നെ സഹിച്ച സൂസന്നയോട് നന്ദി. ഇന്നലെ രാത്രി വേണ്ടാത്തത് എന്തൊക്കെയോ രാജേട്ടനോടും പറഞ്ഞു. ഐ എം റിയലി സോറി. 4-5 ദിവസം ഞാൻ കോവളത്തോ പൊന്മുടിയിലോ ഒക്കെ ഉണ്ടാവും. ഐ വോണ്ട് സം മോർ ടൈം ടു ഗെറ്റ് സെറ്റിൽഡ്. ആവശ്യമുള്ള അത്രത്തോളം സമയം എടുത്തോളൂ. പക്ഷെ എല്ലാം സെറ്റിൽഡ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങണം. അതോടെ എല്ലാം ശരിയാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ എവറിഥിങ്. റാം, സാബ്കോ ബസ് സ്റ്റാൻഡ് തक छोड़ के आना. जी सर. വരട്ടെ. യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. കുറെ ചുറ്റിയടിച്ച് കഴിയുമ്പോ ഒക്കെ ശരിയാവും. The commander is visiting our station on 26th. Speed breakers have to be painted, brochures have to be made, and the general cleanliness of our area have to be maintained. Yes, sir. And report the progress before 20th. Yes, sir. Okay, you may go. Thank you, sir. സാറിന് അത്യാവശ്യമായി പൊന്മുടി പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സാറിന്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ സണ്ണി പൊന്മുടിയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നാണ് മെസ്സേജ്. കൊലയാളിയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെയാണ് കൊല്ലപ്പെട്ടയാളും സാബും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയതെന്നാണ് അവർ പറഞ്ഞത്. സാബ് ഉടൻ തന്നെ പൊന്മുടിയിലെ എൻ പോയിന്റിൽ എത്തണമെന്നും പറഞ്ഞു. സർ.
ഒന്ന് വരണം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. സാർ ഒരു ആർമി മാൻ ആയതുകൊണ്ട് എന്തും നേരിടാനും സഹിക്കാനുമുള്ള ആത്മധൈര്യം ഉണ്ടാവുമെന്നറിയാം. പറഞ്ഞോളൂ. സാറിന്റെ സുഹൃത്തിനെ കൊല ചെയ്തത് സാറിന്റെ ഭാര്യയാണ് സൂസന്ന. നോ, ഇംപോസിബിൾ. അല്ല സാർ, അവര് തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കൊലക്കുറ്റം ഏൽക്കുകയായിരുന്നു. അവരിപ്പോ സ്റ്റേഷനിൽ ലോക്കപ്പിലുണ്ട്. സാർ വന്ന് കാണും. എന്തിനാ സൂസന്ന ഇത് ചെയ്തത്? കുന്നുകളയാൻ മാത്രം എന്ത് തെറ്റാ അവൻ നിന്നോട് ചെയ്തത്? പ്രതിക്ക് എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാം. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത ക്രൂരമായ കുറ്റത്തിന് തരാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ബഹുമാനപ്പെട്ട കോടതി തരണമെന്ന് മാത്രമേ എനിക്ക് കോടതിയോട് അപേക്ഷിക്കാനുള്ളൂ. സണ്ണി എന്ന ചെറുപ്പക്കാരനെ വൈരാഗ്യബുദ്ധിയോടെ കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയെന്ന കുറ്റം പ്രതി തന്നെ കുറ്റസമ്മതം നടത്തുകയും കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയുമായാൽ IPC 302 വകുപ്പ് അനുസരിച്ച് പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. വിസ്താരവും വിധിയൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും എന്നോട് പറഞ്ഞൂടെ സൂസന്ന, എന്തിനാണ് ഇത് ചെയ്തത്? എന്നോട് അത് മാത്രം ചോദിക്കരുത്, ഞാൻ പറയില്ല. മോള് വളരുമ്പോൾ അമ്മയെ ചോദിച്ചാൽ ഇങ്ങനൊരമ്മ ജീവിച്ചിരിപ്പുള്ളതായി പറയരുത്. ഞാൻ പൂജിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ എന്നും രാജേട്ടനും ഉണ്ടാവും. ഇനി ഒരിക്കലും എന്നെ ഒന്ന് കാണാൻ പോലും രാജേട്ടൻ ശ്രമിക്കരുത്. രാജേട്ടൻ എന്നെ മറക്കണം, എന്നേക്കുമായി മറക്കണം. മറക്കണം, 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 മറക്കണം. സാർ, ഹോസ്പിറ്റലെത്തി. ഒരു മരണക്കിടക്ക എന്ന് തന്നെ പറയാം. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. ആദ്യമൊക്കെ മിസ്റ്റർ നമ്പ്യാരെ ഒരിക്കലും അറിയിക്കരുതെന്ന് കർശനമായി പറഞ്ഞിരുന്നെങ്കിലും അവസാനമായപ്പോ എന്നോട് തന്നെ പറഞ്ഞു, മിസ്റ്റർ നമ്പ്യാരെയും മോളെയും കാണണമെന്ന്. എനിക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് പറയാണ്, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ മുഴുവൻ ചോദിക്കണം. സൂസന്നയ്ക്കും പലതും പറയാൻ കാണും. ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു സമാധാനവും യാത്രയാവുന്നവർക്ക് അതൊരാശ്വാസമായിരിക്കും. സൂസന്ന, 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 ഇതാരൊക്കെയാ വന്നിരിക്കുന്നു നോക്കൂ.
അമ്മയോട് മോളെ ക്ഷമിക്കണം. മോൾ അങ്ങളുടെ കൂടെ പോരെ, ഡാഡിയോട് ഇരിക്കട്ടെ. ഞാൻ മോളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ബ്രിഗേഡിൽ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ വൃന്ദാവൻ കോളനിയിലെ താമസം, നമ്പർ 10. ഓക്കെ. മോള് ഡോക്ടർ അങ്കിളിന്റെ കൂടെ ചെല്ല്. ഡാഡി അങ്ങ് വന്നേക്കാം. വരൂ മോളെ, വരൂ. സൂസന്നെ കാണാൻ ഞാൻ 4-5 തവണ സെൻട്രൽ ജയിലിൽ വന്നിരുന്നു. പക്ഷെ അപ്പോഴൊന്നും സൂസന്നെ എന്നെ കാണാൻ സമ്മതിച്ചില്ല. സാരമില്ല, ഇനി എപ്പോഴും ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും. എന്നെ എപ്പോ കണ്ടാലും ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണാൻ സമ്മതിക്കാഞ്ഞത്. ഇനി ആ ചോദ്യം ഉത്തരമില്ലാതെ തന്നെ അവശേഷിക്കട്ടെ. സൂസന്നെ ഇല്ലാതെയുള്ള എന്റെ ഏകാന്തമായ 10-11 വർഷം എനിക്കൊരുപാട് ഉത്തരങ്ങൾ തന്നു കഴിഞ്ഞു. അല്ല, രാജേട്ടൻ എല്ലാം അറിയണം. അല്ലെങ്കിൽ എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിച്ച രാജേട്ടനോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാവും അത്. വേണ്ട സൂസന്ന, എനിക്കൊന്നും അറിയണ്ട. ഇനി എനിക്ക് എന്റെ സൂസനെ തിരിച്ചു കിട്ടിയാ മതി. പോരാ, രാജേട്ടൻ എല്ലാം അറിയണം. ഞാൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുൻപ് രാജേട്ടൻ അറിയാത്ത ഒരു രഹസ്യവും എനിക്കുണ്ടാവാൻ പാടില്ല.